സ്നേക്ക് പ്ലാന്റ്സ് കുറെ കളക്ഷൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഒരു സ്നേക്ക് പ്ലാന്റ് ഇരിക്കണോ? എന്റെ പഴയ ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. മൂൺലൈറ്റ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയിലുള്ള ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ജനലിന്റെ സൈഡിലാണ് വെക്കാറ്. അത്യാവശ്യം ഇൻഡയറക്ട് സൺലൈറ്റ് ഈ ചെടിക്ക് കിട്ടണോണ്ട് ഈ ചെടിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നല്ല രീതിയിൽ വളർന്നോളും. ഇതിന്റെ മണ്ണ് ഇപ്പോഴും നല്ല ഡ്രൈ ആണ്. ഇത്രം ഡ്രൈയിൽ പോലും ഈ ചെടി സർവൈവ് ചെയ്യുന്നുള്ളതാണ്. ഒരു 2 മാസം അല്ലെങ്കിൽ 1.5 മാസം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. ഈ ചെടിക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് ഇൻഡോർ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് വളർന്നു തന്നെ നിന്നോളും. സ്നേക്ക് പ്ലാന്റ്സിന് എത്ര വേണമെങ്കിലും എന്തൊക്കെ ദ്രോഹം നമ്മൾ ചെയ്താലും അതെങ്ങനെയെങ്കിലും സർവൈവ് ചെയ്ത് വരും എന്നുള്ളതാണ്. വെള്ളം കൂടിയാൽ മാത്രമേ ഒരു പ്രശ്നം സ്നേക്ക് പ്ലാൻ ഉണ്ടാവുള്ളൂ. ഇത് സ്നേക്ക് പ്ലാന്റ് തന്നെ സാധാരണ ഒരു വെറൈറ്റി. ഇവിടെ ഈ മുകളിലത്തെ റോയിലുള്ള മിക്കതും സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിന്റെ ഗ്രീൻ ആണ്. ഇത് ബേർഡ് നെസ്റ്റ് സ്നേക്ക് പ്ലാന്റിന്റെ യെല്ലോ സ്ട്രൈപ്സ് ഉള്ളത്. ഡ്രെസീനിയ ബാക്കുലാരിസ് സ്കിന്നി സ്നേക്ക് പ്ലാന്റ് എന്ന് വേറൊരു പേര് പറയും. ഇതും ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. ഡ്രെസീനിയ